KSRTC ഡ്രൈവർ LH യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് കേസെടുത്തു. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. സച്ചിൻ ദേവ് MLA ബസ്സിൽ അതിക്രമിച്ചു കയറിയെന്നും ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് പ്രതികൾ സ്വാധീനം ഉപയോഗിച്ച് നശിപ്പിച്ചെന്നുമാണ് FIR. MG പ്രതീക്ഷ വാർത്തകൾ ചേർന്ന്. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. പ്രതീഷ്, ഇത് യദുവിന്റെ പരാതിയിലിട്ട FIR ആണെങ്കിൽ കൂടിയും അതിൽ പറയുന്നത് പ്രതിഫലിക്കുമെങ്കിൽ കൂടിയും ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചത് MLAയും മേയറും അവരുടെ സ്വാധീന വലയത്തിലാണെന്നൊക്കെ FIRൽ തന്നെ വരുന്നത് അതിഗുരുതരമാണ്. അതിന്റെ മുന്നോട്ടുള്ള നിയമ പോക്ക് എങ്ങനെയാകും? ഹാഷ്മി, ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൾക്കെതിരെ FIRൽ ഗുരുതരമായ പരാമർശങ്ങളാണ് ഉള്ളത്. ഇന്നലെയാണ് കോടതി ഇടപെടലിനെ തുടർന്ന് കന്റോൺമെന്റ് പോലീസ് യദുവിന്റെ പരാതിയിൽ വൈകിയാണെങ്കിലും കേസെടുത്തത്. ഇതിൽ പ്രധാനമായും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. FIRൽ പ്രതികളുടെ സ്വാധീനം ഉപയോഗിച്ച തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഈ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡാണ്. ഈ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലടക്കം പ്രതികളുടെ പങ്ക് സംശയിച്ചുകൊണ്ടുള്ള ഒരു FIR ആണ് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം നേരത്തെ യദു ഉന്നയിച്ച ആരോപണങ്ങളിലൊന്ന് സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറി യാത്രക്കാരെ ഭീഷണിപ്പെടുത്തി എന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങളും FIRൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം KSRTC ബസ് തടഞ്ഞു എന്നതടക്കമുള്ള കുറ്റങ്ങളും FIRൽ ചേർത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസെടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഒരു സ്വകാര്യ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ കന്റോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തുവെങ്കിലും ദുർബലമായ വകുപ്പുകളാണ് അന്ന് ചുമത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും ശക്തമായ വകുപ്പുകൾ, അതും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കും ഒപ്പം സഹോദര ഭാര്യയ്ക്കും കണ്ടാലറിയുന്ന ഒരാൾക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ മറ്റ് തുടർ നടപടികളിലേക്ക് ഇന്ന് പോലീസ് കടക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മേയർ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ഈ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമായിരിക്കും പോലീസ് ശേഖരിക്കുന്നത്. അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് സാബല്യം ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപം ഉണ്ടായിരുന്ന ആളുകൾ, ആ കടയിലെ ജീവനക്കാർ, ഇവരിൽ നിന്നടക്കം പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഒപ്പം നേരത്തെ ആദ്യം രജിസ്റ്റർ ചെയ്ത ഈ ബസ്സിൽ ആ സമയത്ത് യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ, കണ്ടക്ടർ എന്നിവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ പുതിയ കേസ് കൂടി വന്നതോടുകൂടി തന്നെ ഇവരിൽ നിന്ന് വീണ്ടും മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഈ മൊഴികൾ, സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മേയറിൽ നിന്നും സച്ചിൻ ദേവ് MLAയിൽ നിന്നും പോലീസ് മൊഴി രേഖപ്പെടുത്തുക. എന്തായാലും ഇത് വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന കാര്യം ഈ മെമ്മറി കാർഡ് എവിടെ പോയി എന്നതാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പോലീസിന് ഇതുവരെയും കഴിയുന്നില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളെ മെമ്മറി കാർഡ് പിന്നാലെ പരിശോധനയിലാണ്. ഒരു പ്രത്യേക കേസെടുത്ത് പോലീസ് അന്വേഷിക്കുകയാണ്. അതിനിടയിലാണ് അത് നശിപ്പിച്ചത് മേയറും MLAയും അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണെന്നുള്ള FIR. അത് ഗുരുതരമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. എവിടെ പോയി മെമ്മറി കാർഡെന്ന് കണ്ടെത്തുക. കാര്യം ആ കേസിലെ ഏറ്റവും ക്രൂഷ്യൽ തെളിവ് ആ മെമ്മറി കാർഡാണ്. അത് കിട്ടണം.